5 വിരലുകളെ കൊണ്ട് നമ്മൾ പ്രാണനെ സിദ്ധിക്കുന്നുണ്ട്. അത് 5 ഭൂതങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. 5 ഭൂതങ്ങൾ 5 ഇന്ദ്രിയങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. വെളിച്ചത്തിന് 7 തരത്തിലേ സ്പ്ലിറ്റ് ആവാൻ കഴിയത്തുള്ളൂ. ഈ ധാന്യങ്ങൾ ദാനം ചെയ്യുമ്പോൾ എന്ത്, അല്ലെ മൃഗങ്ങളെ ദാനം ചെയ്യുമ്പോൾ എന്ത്? അന്നദാനം, മഹാദാനം. ശ്രീകാന്ത്, നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് ഈ അന്നദാനം, മഹാദാനം, അല്ലെങ്കിൽ ദാനം ചെയ്യുന്നുള്ളത്. അതെ. സ്വാഭാവികമായിട്ടും നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ് അന്നം കൊടുക്കുക. പക്ഷെ അതിലും അപ്പുറം ഈ ധാന്യങ്ങൾ ദാനം കൊടുക്കാൻ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഉഴുന്ന്, പയറുവർഗ്ഗങ്ങൾ, കടല, ഈ നവധാന്യങ്ങൾ നവഗ്രഹങ്ങൾക്ക് ധാന്യം കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള കൺസെപ്റ്റ് അല്ല എനിക്ക് ശ്രീകാന്തിയോട് ചോദിക്കേണ്ടത്. ആസ് എ ജ്യോതിഷൻ, ഈ ധാന്യങ്ങൾ ദാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദോഷവും മാറിപ്പോകും. എങ്കിൽ പിന്നെ ധാന്യങ്ങൾ വളരുന്ന നോർത്ത് ഇന്ത്യയിൽ ദാനം മാത്രം കൊടുത്താൽ പോരെ? തീർച്ചയായിട്ടും ഒരു 50 അംബാനി ഉണ്ടാവില്ലേ? അതെ അതെ. ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. പൊതുവേ ഏറ്റവും കൂടുതലും ആൾക്കാർ ചോദിക്കുന്നതാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ കുറച്ച് പയർ കൊണ്ട് കൊടുത്താൽ എന്തോന്ന് തീരാൻ, വല്ല കറിയും വെച്ച് തിന്നാൻ പോലും ഇവിടെ 1 കിലോ പയർ തിന്നാൻ നേരമില്ല, പിന്നെ ഇനി ദാനം ചെയ്യും. അപ്പോൾ ഇതെവിടെ ദാനം ചെയ്യാൻ പറയുമ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഈ ദാനം വർക്ക് ചെയ്യുന്നത്? നമുക്ക് അങ്ങയുടെ ചോദ്യത്തിൻ്റെ ലക്ഷ്യത്തിൽ എന്ന് പറയുമ്പോൾ ഇതിനെ സയൻറ്റിഫിക് ഭാഷയിൽ പറഞ്ഞു വന്നാൽ നല്ലതെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ അതിനകത്ത് അങ്ങനെ ഒരു അർത്ഥം കൂടിയാണല്ലോ വരുന്നത്. ഈ എന്തും നമ്മളുടെ യൂണിവേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തും എങ്ങനെയും നോക്കുമ്പോൾ എല്ലാം എനർജിയുടെ ഒരു കളിയാണ്. ശരി. അതിപ്പോൾ ജ്യോതിഷ ഭാഷ പറയണ്ട, നമുക്ക് സായിപ്പിൻ്റെ ഭാഷ പറയാം, സയൻസിൻ്റെ ഭാഷയിൽ. യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് എനർജി. neither can be created nor can be destroyed. Correct. But can be converted from one form to another form. അർത്ഥം കൂടി ചിന്തിക്കുമ്പോൾ പുതിയതായിട്ട് സൃഷ്ടിക്കാനും കഴിയുന്നില്ല, ഉള്ളതിനെ ഒട്ട് ഇല്ലാതാക്കാനും കഴിയുന്നില്ല. മറിച്ച് ഒരു പദത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു തരത്തിൽ നിന്നോ മറ്റൊരു തരത്തിലേക്ക് മാറ്റാൻ കഴിയും. ഇത് മാത്രമാണ് ഇതിൻ്റെ സിദ്ധാന്തം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ലോകം കണ്ടതിലെ ഏറ്റവും മികച്ച 2 സിദ്ധാന്തങ്ങൾ, ഒന്ന് ഗുരുത്വാകർഷണവും 2 ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ E=mc². അതെ, നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ mc² എത്താം. കാരണം ഈ എനർജി എന്തിൻ്റെയും എനർജിയെ കണ്ടെത്താൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. mc², മാസ് എടുക്കുക, c² എന്നാൽ വെളിച്ചത്തിൻ്റെ വേഗതയെ. വെളിച്ചം എന്ന് പറയുമ്പോൾ വീണ്ടും ചിന്തിക്കണം, എന്തുകൊണ്ട് വെളിച്ചം? വെളിച്ചത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. വെളിച്ചം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വേറെ എന്തുമാത്രമുണ്ട്? ഇൻഫ്രാറെഡ് വേവ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഗാമ റേസ് ഉണ്ട്, ഇതെല്ലാം കിടക്കാണ്. അപ്പോൾ ഇതിനെ ഒന്നും എടുക്കാതെ ഈ വെളിച്ചത്തെ മാത്രം എടുക്കുന്നത് ഒന്ന് ആലോചിച്ചാൽ, കാണാൻ കഴിയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ധാരാളം ഊർജങ്ങളെ വഹിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അതിവേഗം സഞ്ചരിക്കാൻ കഴിയുന്നത് വെളിച്ചത്തിനാണ്. മാത്രമല്ല മീഡിയയ്ക്കോ അല്ലെ സ്പേസിനോ അല്ല അപ്പുറത്ത് അതിന് യാതൊരു തടസ്സവുമില്ലാതെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ വേഗതയിൽ സഞ്ചരിക്കുക എന്ന് പറയും, വേഗത എന്ന് പറയുന്നൊരു ടോപ്പിക്കിനെ എടുക്കുകയാണെങ്കിലേ ഒന്ന് പരിശോധിക്കുമ്പോൾ എന്താ വേഗത? അവിടെ സമയത്തെ ഗണിക്കേണ്ടി വരില്ലേ? വേഗത അവിടെ സമയമാണ് അതിലൂടെ കണ്ടെത്തുന്നത്. അപ്പോൾ സമയത്തെ ആസ്പദമാക്കിയിട്ടാണ് ജ്യോതിശാസ്ത്രം പണിയെടുക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് വെളിച്ചവും വേഗതയും, അതായത് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള പോയിൻ്റാണ് സമയവും വെളിച്ചവും. അപ്പോൾ ഒന്നാണെന്നുള്ളതിൻ്റെ ഒരു സിദ്ധാന്തം. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം, ഇതിനും ഈ പറഞ്ഞ അരിമണികളും തമ്മിൽ എന്ത് ബന്ധം? അപ്പം ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ ഈ ഊർജങ്ങളെ എല്ലാം കണക്ട് ചെയ്യുന്ന ഓരോ ധാന്യങ്ങളെക്കുറിച്ചാണ് പറയുക. എന്ന് വെച്ചാൽ 9 ഗ്രഹങ്ങളാണ്. ഈ 9 ഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഉണ്ട്. രാഹുകേതുക്കളെ ഗ്രഹങ്ങളായിട്ട് നിശ്ചയിക്കാൻ പറ്റുമോ? നിഴൽ ഗ്രഹങ്ങളാണ്, 2 ബിന്ദുക്കൾ മാത്രമാണ്, നോട്ട്സാണ്, അതിനപ്പം ഗ്രഹസാന്നിധ്യമില്ല. നമുക്ക് പറയാൻ സൗകര്യത്തിനാണത്. അങ്ങനെയെങ്കിൽ ഗ്രഹങ്ങൾ അപ്പോൾ 7 ഉള്ളത്. നക്ഷത്രവും ഉപനക്ഷത്രവും ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചതാരാഗ്രഹങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മൊത്തത്തിൽ 7. വെളിച്ചത്തിന് 7 തരത്തിലേ സ്പ്ലിറ്റ് ആവാൻ കഴിയത്തുള്ളൂ. 7 ഗ്രഹങ്ങളാണുള്ളത്, 7 വർണ്ണങ്ങളാണുള്ളത്, 7 ധാതുക്കളാണുള്ളത്, 7 വ്യത്യസ്തമായ പ്രാധാന്യം നൽകുന്ന
വായുക്കളാണുള്ളത്. ഓക്സിജൻ, ഹീലിയം എങ്ങനെ എടുക്കുമ്പോൾ 7 എണ്ണമാണ്. നമ്മൾ ഹൈന്ദവ വിശ്വാസത്തിൽ പുണ്യ നദികൾക്ക് പേര് ചൊല്ലി വിളിക്കുന്നത് 7 നദികളാണുള്ളത്. ശരി. അപ്പം ഇങ്ങനെ 7നെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം സയൻറ്റിഫിക്കലി ആ ഒരു വെളിച്ചത്തിൽ കണക്റ്റഡ് ആണ് എന്നുള്ളത് വ്യക്തം. സപ്തമാതാക്കൾ. അതെ. അപ്പോൾ ഇങ്ങനെ ഒരു വിധാനത്തിൽ നിന്നും നമുക്ക് ദാനത്തിലേക്ക് വരുമ്പോൾ ഈ 7 ഗ്രഹങ്ങൾക്ക് 7 ധാന്യങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നു. സൂര്യൻ എന്ന ഗ്രഹത്തിന് ഗോതമ്പ്, ഈ ഗോതമ്പ്, അത് കഴിഞ്ഞാൽ ചന്ദ്രന് ഉണക്കലരി, കുജൻ എന്ന് പറയുന്ന ഗ്രഹം തുവരപ്പരിപ്പ്, ഇതെല്ലാം ധാന്യങ്ങളാണ്. എന്തുകൊണ്ട് ധാന്യങ്ങൾ? പരിഹാരം ചെയ്യുന്നത് ഈ ലോകത്ത് ആര്? മനുഷ്യന്മാർ അല്ലേ? മറ്റുള്ളവർ ഇങ്ങനെ സ്പെഷ്യലി അവനവൻ്റെ അധ്വാനത്തിൻ്റെ മൂല്യം ഒരിടത്ത് കൊടുത്ത് അതിനുള്ളത് മേടിച്ച് മറ്റൊരിടത്ത് കൊടുക്കുന്നത് ദാനമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുക. അപ്പോൾ ആ ദാനം എവിടെയാണ് അർഹതപ്പെട്ടതായിരിക്കണം എന്നൊരു ടോപ്പിക്കുണ്ട്. ഈ ധാന്യങ്ങൾ ദാനം ചെയ്യുമ്പോൾ എന്ത്, അല്ലെ മൃഗങ്ങളെ ദാനം ചെയ്യുമ്പോൾ എന്ത്, ഇതൊക്കെ പരിശോധിക്കപ്പെടുമ്പോൾ ഓരോ ഗ്രഹത്തിൻ്റെയും ധാന്യങ്ങളാണ് പറയുന്നത്. ധാന്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ധാന്യത്തിലും ജീവൻ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ജ്യോതിശാസ്ത്ര പ്രകാരം പ്രാണന്മാർ 5 എണ്ണമാണ്. മുഖ്യ പ്രാണന്മാർ, പഞ്ചപ്രാണന്മാരാണ്. ഈ പ്രാണവിധിയിൽ 5 വിരലുകളെ കൊണ്ട് നമ്മൾ പ്രാണനെ സിദ്ധിക്കുന്നുണ്ട്. അത് 5 ഭൂതങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. 5 ഭൂതങ്ങൾ 5 ഇന്ദ്രിയങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. 5 ഇന്ദ്രിയങ്ങളാണ് 5 പ്രാണനിലൂടെ അവൻ്റെ ശരീരത്തിലെ സൂക്ഷ്മനാഡിയെയും സൂക്ഷ്മതലത്തെയും പരിവർത്തനം ചെയ്യിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 7 ഗ്രഹങ്ങൾക്ക് 7 ധാന്യങ്ങൾ, അല്ലെങ്കിൽ 9 ഗ്രഹങ്ങൾക്ക് 9 ധാന്യങ്ങളുണ്ട്. ഈ 9 ധാന്യങ്ങൾ ദാനം ചെയ്യുമ്പോൾ ആ എനർജിയാണ് അവിടെ. എനർജി എങ്ങനെയാണ് ഉണ്ടാവുക? ധാന്യത്തിനകത്തിരിക്കുന്ന ജീവൻ ഒന്നുകിൽ ജനിക്കണം, അതായത് ആ ജീവൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധനാവസ്ഥയാണ്. ബന്ധനത്തിൽ ഇരിക്കുകയാണ്, അതിന് ജന്മം കിട്ടുന്നില്ല. ഒന്നുകിൽ ജനിക്കണം, അല്ലെങ്കിൽ ഏതൊരുവൻ്റെയെങ്കിലും അന്നത്തിലൂടെ ഉള്ളിൽ ചെന്ന് സപ്തധാതുക്കളായും അതിൻ്റെ ബാക്കി വിസർജ്യങ്ങളായും പ്രകൃതിയിൽ തന്നെ വന്നു ചേരണം. സപ്തധാതുക്കളിൽ വരുമ്പോൾ വളരെ പ്രാധാന്യമുണ്ട്. ഒരു മനുഷ്യജന്മമായി മാറാൻ വളരെയേറെ പോസിബിലിറ്റീസ് കൊടുക്കും, പ്രത്യേകിച്ചും സ്ത്രീക്കും പുരുഷനുമായിട്ട്. ഇനിയും അത് മൃഗങ്ങളിൽ പോയാലും അത് തന്നെ സംഭവിക്കും. ഒരു ജന്മം, അതായത് ലൈവായിട്ട് ആക്റ്റീവായിട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ചിന്താവിശേഷണങ്ങൾക്ക് പ്രത്യേകതകളുള്ള ജീവനായിട്ട് പരിവർത്തനം കൊടുക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ തിയറി ഒന്ന് എടുത്തു നോക്കണം. ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഒരു ധാന്യത്തിലിരിക്കുന്ന എനർജിയെ റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ദാനം. അങ്ങനെയെങ്കിൽ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ബാധിച്ച ഒരാൾക്ക് പൂർവ്വജന്മാർജിതമാണ്. എത്ര സൂര്യൻ്റെ അല്ലെങ്കിൽ എത്ര ധാന്യങ്ങൾ ദാനം ചെയ്യണം? അതിന് പറയുന്ന വിധി എന്ന് പറയുന്നത് ആൾഭാരത്തിനേക്കാളും മുകളിൽ നിന്നാണ്. അപ്പോൾ ആൾഭാരത്തിനേക്കാളും മുകളിൽ, അപ്പോൾ ഒരു 80 കിലോയുള്ള ആൾ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ ആദിത്യ ഗ്രഹത്തിനെ സൂചിപ്പിക്കുന്ന ഗോതമ്പ് ദാനം ചെയ്യാൻ പോയാൽ 80 കിലോ ഗോതമ്പ് കൊടുത്താൽ ഈ പ്രശ്നം തീരുവോ? അടുത്ത ചോദ്യം. അതെ അതെ അല്ലേ? അതെ. ഈ ഗോതമ്പുകളിൽ 80 കിലോ ഗോതമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എത്രമാത്രം അരിമണികളുണ്ട്, എത്രമാത്രം ജീവനുകളെയാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബന്ധനത്തിൽ കിടക്കുന്ന ഒരു ജീവനെ മോചിപ്പിക്കുക, മോക്ഷം. 2 തരത്തിലുള്ള മോക്ഷമുണ്ട്. പ്യുവർ എറ്റേണിറ്റി ഉണ്ട്, അതിനെ പൂർണ്ണമായ മോക്ഷത്തിലേക്ക് എത്താം. അതല്ല, അടുത്ത തലത്തിലേക്ക് ഒരു മോക്ഷം കൊടുക്കാം. 10ാം ക്ലാസ് കഴിയുമ്പം 12ാം ക്ലാസ്, ഇങ്ങനെ പറഞ്ഞ പോലെ അത് ഓരോന്നിനെ ആർജിച്ച് പോകുന്ന ഓപ്ഷനാണ്. അത് ആ ധാന്യത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവില്ല. പകരം തുല്യമായ മറ്റൊരു ജീവനെ സൃഷ്ടിക്കാനോ അതിൻ്റെ തന്നെ മറ്റൊരു ജീവനെ സൃഷ്ടിക്കാനോ കഴിവോടുകൂടിയിരിക്കുകയാണ് ആ ധാന്യത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രാണൻ. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തെ പ്രതിദാനം ചെയ്യുന്നു. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം, അതിൽ ജലം വീണാൽ, ചന്ദ്രബന്ധം വന്നാൽ ശരീരകാരകനായിരിക്കുന്ന ചന്ദ്രനെ സ്വാധീനിച്ചുകൊണ്ട് ആത്മകാരകനായ സൂര്യനും പിണ്ടകാരകനായ കുജനും ഒക്കെ ചേർന്ന് സ്ഥൂലവും സൂക്ഷ്മവും കാരണം ബന്ധിതമായി ഒരു ജന്മം പുറത്തു വരും. അത് ഒരു ചെറിയ സസ്യമായിട്ടായാലും ഗോതമ്പ് മുളച്ചാൽ പോലും അതിന് വാഴാൻ പറ്റുന്ന അത്രയും ദിവസം ഭൂമിയിൽ വാഴുന്നതിന് ശേഷം അത് നശിക്കും. അവിടെ ഒരു റീസൈക്ലിംഗ് പ്രോസസ്സ് കിട്ടുകയാണ്.